ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മലയാളമാണ് എടുക്കാൻ പോണത്. മലയാളത്തിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ അന്തിത്തിരി എന്ന് പറയുന്ന ഒരു കവിതയാണ് എടുക്കാൻ പോണത്. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ അന്തിത്തിരി എന്ന് പറയുന്ന ഒരു കവിതയാണ് എടുക്കുന്നത്. ഈ കവിത അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആവാം അന്തിത്തിരി എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരവസാനം മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയത് കൊണ്ടൊക്കെ ആവാം ഇങ്ങനെ ഒരു പേരും ഇങ്ങനെ ഒരു കവിതയും അദ്ദേഹത്തിന് എഴുതാനായിട്ട് തോന്നിയത്. ഇടശ്ശേരിനെ കുറിച്ച് നമുക്കറിയാം, ഒരു ഭാവ ഗായകനാണ്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോളൊക്കെയാണ് ആധുനിക കവിത്രയമെങ്കിൽ കൂടി അവരോടൊപ്പം നിൽക്കുന്ന കവികളിൽ ഒരാളാണ് ഇടശ്ശേരി. അപ്പോൾ വളരെ എന്താ പറയുക, നമുക്ക് നമ്മുടെ ഹൃദയസ്പർശിയായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു നല്ല കവിതകൾ, ഒരുപാട് നല്ല കവിതകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള കവിയാണ് ഇടശ്ശേരി. അപ്പോൾ ഞാൻ കവിത വായിക്കാം. നല്ലൊരു കവിതയാണ്. സൂര്യൻ അസ്തമിക്കുകയാണ്. നമ്മുടെ കേരളീയ ഭവനങ്ങളിലെല്ലാം അന്തിത്തിരി കൊളുത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം അത് കവി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ സൂര്യൻ്റെ അസ്തമിക്കാൻ പോകുന്ന നാളത്തിൽ നിന്നും ആ സൂര്യനാളത്തിൽ നിന്നും ആ ഒരു വെളിച്ചം നമ്മൾ പകർന്ന് വെക്കുകയാണ്. അതാണ് നമ്മൾ അന്തിത്തിരിയായിട്ട് സങ്കല്പിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ അന്തിത്തിരി കത്തിച്ച് തുടങ്ങുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു കവിത. അന്നൊരു നാളിലെ സൂര്യനാ കാലമേ അന്തിക്കടൽക്കരെ വന്നു, ഏറെയെന്നോടിയ പച്ചക്കുതിരകൾ ചോര തുപ്പിയിട്ടു കിടന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓടി തളർന്ന് വരികയാണ്. ആദ്യത്തെ വീട്ടിലെ പൂമുഖത്തിണ്ണമേൽ മുത്തശ്ശിയെ കണ്ടു ദേവൻ. ആദ്യം എന്താണ്, മുത്തശ്ശീനെ ഒരു വീട്ടിൽ വന്ന മുത്തശ്ശീനെ കണ്ടു. അന്തിക്ക് വന്നു വശായി, കുറച്ചിടമെൻ തല ചായ്ക്കാൻ തരുമോ. വശായി എന്ന് പറഞ്ഞാൽ ആകെ വശപ്പെട്ടു എന്ന്. അന്തിക്ക് വന്നു, ഞാൻ ഒരുപാട് ഓടി തളർന്നിരിക്കുകയാണ്, ആകെ വശം കെട്ടു, എനിക്ക് തല ചായ്ക്കാനായിട്ട് ഒരിടം തരുമോ. പാടില്ല പാടില്ല നീ ഇങ്ങു നിൽക്കുകിൽ പാഴിരുൾ എങ്ങു ചേക്കേറും. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇരുള് എവിടെ കിടക്കും. പാടില്ല തൂ വെളിച്ചത്തിനു വേണ്ടിയൻ പാരമ്പര്യങ്ങളെ തള്ളുവാൻ. നിൻ്റെ ഇതുപോലെയുള്ള വെളിച്ചത്തിന് വേണ്ടി, നീ തരുന്ന വെളിച്ചത്തിന് വേണ്ടിയിട്ട് എൻ്റെ പാരമ്പര്യങ്ങളെ തള്ളുവാനായിട്ട് എനിക്ക് കഴിയില്ല. ഇത്തിരി ചോന്ന മുഖം കുനിച്ചദ്ദേഹം ചിത്രക്കവാടം കടന്നു. അങ്ങനെ ഒരു കുറച്ചും കൂടെ ചോന്ന, അതായത് കുറച്ചും കൂടി ഇരുട്ട എന്താ പറയുക, സന്ധ്യയായി എന്നുള്ള അർത്ഥം. കുറച്ചും കൂടി ചോന്ന മുഖവുമായി അദ്ദേഹം പോയി. തെക്കിനി തിണ്ണയിൽ ഈറൻ പകരുന്ന മുഗ്ധാംഗിയോട് ചോദിച്ചു. അങ്ങനെ തെക്കിനിയിൽ ഈറൻ മാറിക്കൊണ്ടിരിക്കുന്ന സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണിനോട് ചോദിക്കുകയാണ്, അന്തിക്ക് വന്നു വശായി, കുറച്ചിടമെൻ തല ചായ്ക്കാൻ തരുമോ. എനിക്കാകെ വശപ്പെട്ടു, അപ്പം എനിക്കൊന്ന് കിടക്കാനായിട്ട് കുറച്ച് ഇടം തരുമോ. സ്വസ്തിക കൊണ്ടവൾ ഉത്തരീയം ധരിച്ച് ഇത്തിരി നാണിച്ചു ചൊല്ലി. അപ്പോൾ അവളിങ്ങനെ കൈകൊണ്ടൊക്കെ തുണിയൊക്കെ എടുത്തിട്ട് ഒരാളെ കണ്ടതല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് ക്ഷമിച്ചിട്ട് ഇങ്ങനെ നാണിച്ചിട്ട് അവളിങ്ങനെ പറയാണ്, നീങ്ങു നിൽക്കുകിൽ നീരവശാന്തമാം നീലനിശീതം വരില്ലെങ്കിൽ എന്നുടെ. അപ്പം നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആര് വരില്ല, രാത്രി വരില്ല. രാത്രി വന്നില്ലെങ്കിലോ ജീവിതനാഥനെത്തില്ല, എൻ്റെ ജീവിതനാഥൻ എത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് വരില്ല എന്ന്. എങ്കിലെന്തിനു ഞാൻ കേതകി ഗന്ധിയാമെൻ പൂമ്പുടവ നിവർത്തി. എൻ്റെ ഭർത്താവ് വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ഈ പായ വിരിച്ചത്. ഇത്തിരി കൂടി തളർന്നുപോയ അദ്ദേഹം മർത്യരാശി പത്തിരുട്ടു. അപ്പോൾ അദ്ദേഹം ഒന്നും കൂടി തളർന്നു പോയിട്ട് അദ്ദേഹം ആലോചിക്കുകയാണ്, മനുഷ്യന് ഇരുട്ടിനോടാണോ പ്രിയം, മർത്യരാശിക്ക് ഇരുട്ടിനെയാണോ വേണ്ടത്. മാറത്തെ മൂവിഴ നൂലിൽ വലം വിരൽ 4-5 വട്ടം ചലിച്ചു. പറ്റക്കുഴകയാൽ കാലുരസി നടുമുറ്റം വലം വെച്ചു ചെന്നു. മുട്ടിട്ട മുല്ലയെപ്പോലെ വടക്കിനി കെട്ടിൽ ഒരോമന തയ്യൽ. കാലും മുഖവും കഴുകി ഭസ്മക്കുറി ഫലകത്തിൽ ചാർത്തി. പുഞ്ചിരി കൊണ്ടവൾ നിൽപ്പു നിസങ്കോചം പുഞ്ചിതൗദാര്യത്തെ പോലെ. അപ്പം അദ്ദേഹം കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ വട്ടം ചുറ്റിയൊക്കെ നടന്ന് അങ്ങനെ വടക്കിനി തിണ്ണയിൽ പോയപ്പോൾ എന്താണ്, അവിടെ ഒരു മുട്ടിട്ട് വരുന്ന മുല്ലയെപ്പോലെ, എന്താണ് നല്ല ഭംഗിയുള്ള ഒരു മുല്ലപ്പൂ മുട്ടിട്ട് വരുന്നത് പോലെ
ഒരു കുഞ്ഞു പെൺകുട്ടി എന്ത് ചെയ്യാണ്, അവള് കൈയും കാലൊക്കെ കഴുകിയിട്ട് വിളക്ക് വെക്കാനായിട്ട് ഒരുങ്ങാണ്. വിളക്ക് വെക്കാനായിട്ട് ഒരുങ്ങാണ്. അമ്പിലെനിക്കു നടക്കുവാൻ നിൻ വിരൽ തുമ്പാലൊരാലംബമാക്കാമോ. അപ്പോൾ ഇവരോടൊന്നും ചോദിച്ച പോലെ ചോദ്യമല്ല ചോദിക്കണത്. എന്താണ്, എനിക്കിനി മുന്നോട്ട് നടക്കാനായിട്ട് നിൻ്റെ വിരൽ തുമ്പ് ഒരു ആലംബമായി തരാമോ, അല്ലെങ്കിൽ നിൻ്റെ വിരൽ തുമ്പ് പിടിച്ചെന്നെ ഒന്ന് നടത്താമോ എന്നാണ് ആ ബാലികയോട് സൂര്യദേവൻ ചോദിച്ചത്. വന്ന വഴിക്കു തിരിച്ചു പോയിടുവാൻ വയ്യല്ലോ ദേവനു പണ്ടും. അപ്പം എനിക്ക് വന്ന വഴിക്ക് തിരിച്ചു പോകാനായിട്ട് എനിക്ക് വയ്യ. ദൈന്യത കണ്ടൊരു ഗാഥയ കന്യ അന്യൊത്ത ശങ്കയെ ബാക്കി. അതിങ്ങനെ കണ്ടിട്ട് വേറെ ഒന്നും മറ്റൊരു പറഞ്ഞ പോലെ ഒന്നും പറഞ്ഞില്ല. തിണ്ണമ ബാലിക വായിച്ചിരിക്കുമോ കർണപിതാവിനെ പറ്റി. അപ്പം ആ ബാലിക സൂര്യനെ പറ്റി മുന്നേ വായിച്ചിട്ടുണ്ടാവുമോ. ഈ യുഗധർമ്മത്തെ ഓർത്തുറച്ചിടിനാൽ തൂവെളിച്ചം നിലനിർത്താൻ പ്രാണനിൽ നിന്നുടൻ ചീന്തിയെടുത്തൊരു ചീളാൽ തിരിയെ. അപ്പം എന്താണ്, അണയാൻ പോകുന്ന ആ സൂര്യനിൽ നിന്ന്, ആ സൂര്യനാളത്തെ അതിൽ നിന്നൊന്ന് ആവാഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നൊരു പ്രകാശം അല്ലെങ്കിൽ ഒരു വെളിച്ചം ആവാഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവൾ പ്രാണനിൽ നിന്ന് തിരുത്ത ഒരു തിരിയെടുത്ത് സ്നേഹം കിനിയുന്നോരോടത്തിലിട്ടവൾ ചാലവേ ചാലിച്ച ശേഷം അത്തിരി തുമ്പു പിടിച്ചു നടത്തിനാൾ മാർത്താണ്ഡ ദേവനെ പിന്നെ. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ തുമ്പത്ത് എന്ത് ചെയ്യാണ്, ആ സൂര്യഭഗവാനെ കൊണ്ടിരുത്താണ്. അവളുടെ പ്രാണനിൽ നിന്ന്, അണയാൻ പോകുന്ന സൂര്യൻ്റെ കിരണങ്ങളിൽ നിന്ന് ആ വെളിച്ചത്തെ ആവാഹിച്ചെടുത്ത് അവളുടെ പ്രാണനിൽ നിന്ന് തിരുത്ത തിരിയിൽ, ആ തിരിയുടെ തുമ്പത്ത് കൊണ്ട് അവൾ ആവാഹിച്ച് ഇരുത്തി. കൊച്ചനുജാതനെ കൈവിരൽ തുമ്പാലെ പിച്ച വെപ്പിക്കുന്ന പോലെ, അവളുടെ കൊച്ചനുജനെ കൈവിരൽ തുമ്പ് പിടിച്ചവള് പിച്ച വെപ്പിക്കുന്ന പോലെ കാലുറയ്ക്കാത്തൊരാ ദേവനെയും കൊണ്ട് നാലുകെട്ടിൽ കൂടെ വന്നു. കാലുറയ്ക്കാത്ത ദേവൻ, അതായത് ക്ഷീണിച്ച് അവശനായി നടക്കുന്ന ആ ദേവനെയും കൊണ്ട് അവൾ ആ നാലുകെട്ടിൽ കൂടെ അങ്ങനെ തിരിതെറുത്ത്, അതായത് സൂര്യദേവൻ്റെ ആവാഹിച്ച് അവളുടെ അന്തിത്തിരി വയ്ക്കാൻ തുടങ്ങുന്ന ഒരു ബാലികയായിരുന്നല്ലോ അത്. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ആ സൂര്യഭഗവാനെ എടുത്ത് അവൾ, ഇത് മനോഹരമാണല്ലേ, ആ സൂര്യഭഗവാൻ വന്ന് ചോദിച്ചപ്പോൾ അവൾ അന്തിരി കൊടുത്താൻ തുടങ്ങുമായിരുന്നു. അതിനെടുത്ത് അതിലേക്ക് വെച്ചിട്ട് ആ സൂര്യഭഗവാനെയും കൊണ്ട് അവിടെ നിന്ന് നാലുകെട്ടിന്ന് വരികയാണ്. ഉമ്മറത്തിണ്ണയിൽ നിൽക്കവേ മുത്തശ്ശി അഞ്ജലി കൂപ്പി തൊഴുതു. അത് കൊണ്ടുവരുന്ന സമയത്ത് മുറ്റത്ത് ആര് നിൽക്കുന്നുണ്ട്, ഉമ്മറത്തിണ്ണയിൽ മുത്തശ്ശി നിൽക്കുന്നുണ്ട്. മുത്തശ്ശി എന്ത് ചെയ്ത് കൈകൂപ്പി തൊഴുതു. ഭർത്തസമാഗമം നേർന്നു സുമംഗലി മസ്മകം താഴ്ത്തിയും നിന്നു. എൻ്റെ ഭർത്താവ് വേഗം വരണേന്നും പ്രാർത്ഥിച്ചിട്ട് ആ പെണ്ണും തൊഴുതു. മുല്ലക്കുടങ്ങളിൽ ശങ്കൂതും വണ്ടുകൾ മുറ്റും സ്തുതിക്കുന്നവനെ. അപ്പോൾ വണ്ടുകളും സ്തുതിക്കുകയാണ്. ക്ഷിപ്രസാദിയാം ദേവനെ കന്യക തൃത്താത്തറയിലിരുത്തി. അങ്ങനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാണ്, അവളെ ആ ഒരു തുളസിത്തറയിൽ ഈ വിളക്കവള് വെക്കുകയാണ്. ഉള്ള വെളിച്ചവും ഊതിക്കെടുത്തുന്ന ബള്ളൂമൊടുവിൽ കുനിയും അന്തിത്തിരിയുമായി എത്തുന്ന നിങ്ങൾ തൻ മുമ്പിൽ ഇളമുറക്കാരെ. അപ്പം മുത്തശ്ശി എന്താ പറയണത്, മുത്തശ്ശി പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് വെളിച്ചം കെടുത്താണ്. മറ്റേ പെണ്ണെന്താണ്, അവരുടെ ഉള്ളിൽ എന്താണ്, അവരുടെ ശൃംഗാരവും അല്ലെങ്കിൽ എന്താണ് വേറെ രീതികളൊക്കെയാണ് ആ ഒരു യുവതലമുറയുടെ കയ്യിലും. അപ്പോൾ ആ കവിയുടെ പ്രതീക്ഷ മുഴുവനും ഈ ബാലികയുടെ കയ്യിലാണ്. അവർ വെളിച്ചത്തെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഭാവിയിലെ വെളിച്ചത്തെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ബാലിക സൂര്യഭഗവാനെ എടുത്ത് അന്തിത്തിരിയിൽ ആവാഹിച്ച് കൊണ്ടുവന്ന് തുളസിത്തറയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ കവി ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, അല്ലെങ്കിൽ കവിയുടെ ഒരു നല്ല പ്രതീക്ഷ ആയോട് കൂടിയിട്ടാണ് കവിത ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഈ കവിത. അപ്പോൾ നമുക്ക് ഇതിൽ പറയാനുള്ളത്, ഇതിൻ്റെ ഒരു നാടകീയമായിട്ടുള്ള വശം, ഈ കവിതയുടെ നാടകീയമായിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് കേരളീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സന്ധ്യാദീപം കൊളുത്തുന്ന ഒരു ചെറിയൊരു സംഭവത്തെ അതിനെത്ര മനോഹരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. ക്ഷീണിച്ച് അവശനായി വരുന്ന സൂര്യഭഗവാൻ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് തല ചായ്ക്കാനൊരിടം. അപ്പോൾ മുത്തശ്ശി പറയാണ് എന്താണ്, ഇരുട്ട് വരാറായി, ഇരുട്ടിന് വേണ്ടിയിട്ട് നിന്നിവിടെ നിർത്താൻ പറ്റില്ല, നീ പോണം.
അപ്പോൾ മുത്തശ്ശി പോയാണ്. പാരമ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും മാറ്റാൻ തയ്യാറല്ലാത്ത മുത്തശ്ശി. ഭർത്താവിനെ നോക്കി നിൽക്കുന്ന ഭാര്യ. ഭർത്താവരും ആഗ്രഹിക്കുന്നതാണ് ഇരുട്ടാണ്. ഈ 2 തലമുറകളും എന്താണ്? ഇരുട്ടിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് സൂര്യഭഗവാൻ ചോദിക്കുന്നത്. മർത്യരാശിക്ക് എന്താണ്? ഇരുട്ടിനോടാണോ പ്രിയമെന്ന് ചോദിക്കുന്നത്. ഇനി പ്രതീക്ഷകൾ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ആ ബാലികയിലാണ്. അവളോട് ഇടം ചോദിച്ചപ്പോൾ അവൾ എന്താ ചെയ്തത്? ഇടമല്ല അവളോട് ചോദിച്ചത്. അവളോട് അവളുടെ ഒരു കൈവിരൽ തുമ്പ് പിടിച്ച് ഈ ദേവന് ഒരു ആലംബമാകാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആലംബമാകാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരു കൊച്ചനുജനെ പോലെ പിടിച്ച് അവളുടെ പ്രാണനാകുന്ന പ്രാണനിൽ നിന്ന് തിരിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? കൊണ്ടുവന്ന് ആവാഹിച്ചിരുത്തി ആ തുളസിത്തറയിൽ ആ വിളക്ക് കൊണ്ട് വെച്ചു. അപ്പം എല്ലാ പ്രതീക്ഷകളും ഇനി വളർന്നു വരുന്ന ഒരു തലമുറയിൽ ഉണ്ട് എന്ന് കവി വിശ്വസിക്കുകയാണ്. അപ്പോൾ കവിയുടെ അവസാന നാളുകളിൽ പോലും നമ്മുടെ ലോകത്തിൻ്റെ നന്മ അവസാനിച്ചിട്ടില്ല. ഇനിയും നന്മ ഇവിടെ ബാക്കിയുണ്ട്. നമ്മൾ ഇനിയുള്ള ഈ കുഞ്ഞു തലമുറയിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ ആ നന്മ, നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളിൽ ആ നന്മ കിടക്കുന്നുണ്ട്. അവർ ലോകത്തിന് വെളിച്ചം പകർന്നു കൊടുക്കുമെന്ന് കവി പ്രതീക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കവി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ കവിതയിലൂടെ. അപ്പം അതാണ് നമ്മൾ ഈ കവിതയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വർണ്ണന എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ എഴുതാം. അതല്ലാണ്ട് കവിതയുടെ സംഗ്രഹമായിട്ട് ഇങ്ങനെ ചോദിക്കാം. മുത്തശ്ശി എന്താ പറഞ്ഞേ, അല്ലെങ്കിൽ ആ മുഗ്ധാംഗി അല്ലെങ്കിൽ സുന്ദരി എന്ത് പറഞ്ഞു, പെൺകിടാവ് എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സംഗ്രഹമായിട്ട് കണക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലാതെ വേറെ ഏത് രീതിയിൽ കണക്റ്റഡ് ആണെങ്കിലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ എഴുതാം. ഒരു കുഞ്ഞു കവിതയാണ്. നല്ലപോലെ കവിത വായിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സംഗ്രഹം എഴുതി വെച്ചിട്ട് അത് പഠിക്കുക. പിന്നെ നിങ്ങൾ വായിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന പോയിൻറ്റ്സ് അത് നോക്കി പഠിക്കാം. ഇതാണ് ഈ കവിത. നന്നായിട്ട് വായിച്ച് പഠിക്കാം. താങ്ക് യു.